യുദ്ധം കഴിഞ്ഞ് രാജാവിനെയും പടയാളികളെയും വിജയത്തിലെത്തിച്ച് തന്റെ ദൗത്യം പൂർത്തിയാക്കി മാലാഖ മടങ്ങി. ഏഞ്ചൽ ഡി മരിയ ചെറുപ്പം മുതലേ ഹൈപ്പർ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നിർത്താതെ ഓടുമായിരുന്ന ഡി മരിയ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഫുട്ബോൾ കോച്ചിങ്ങിന് അയക്കാൻ അവൻ്റെ അമ്മ തീരുമാനിക്കുന്നു. ശേഷം നടന്നത് ചരിത്രം. റൊസാരിയോ സെൻട്രൽ FC ക്ലബ്ബിൽ ആരംഭിച്ച കരിയർ തുടർന്നത് പോർച്ചുഗീസ് ക്ലബ്ബായ ബെൻഫിക്കയുടെ കീഴിലായിരുന്നു. എതിരാളികൾ തടയിടാൻ ശ്രമിച്ചപ്പോഴും തന്നെ ഇടിച്ചു വീഴ്ത്താൻ വന്നപ്പോഴും ചെറിയ പഴുത് കിട്ടിയാൽ വേഗത്തിൽ ബോളുമായി ചീറിപ്പായുന്ന ഡി മരിയ എന്നും ലോക ഫുട്ബോൾ ആരാധകർക്ക് ഹരമാണ്. വർഷങ്ങളായി അർജന്റീനയുടെ മത്സരങ്ങൾ കാണുന്ന ഏതൊരു ആരാധകനും ഡി മരിയ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് 2021 കോപ്പ അമേരിക്കൻ ടൂർണമെന്റിൽ ഫൈനലിൽ ബ്രസീലിനെതിരെ നേടിയ ഗോളായിരിക്കും. ആ സമയം വരെ തന്റെ കരിയർ ഒരു കോപ്പ അമേരിക്കൻ കപ്പ് പോലും നേടാനാവാത്ത മെസ്സിക്ക് അത് നേടിക്കൊടുത്തുകൊണ്ടായിരുന്നു ഡി മരിയയും മിശിഹായും തന്റെ ട്രോഫി വേട്ട ആരംഭിച്ചത്. എല്ലാ ടൂർണമെന്റ് ഫൈനലുകളിലും കപ്പ് നേടിയ ശേഷം ആർത്തുല്ലസിക്കുന്ന താരങ്ങൾക്കിടയിൽ ഒരിക്കലും നമുക്ക് ഡി മരിയയെ കാണാൻ സാധിക്കുമായിരുന്നില്ല. മത്സരം കാണാൻ വന്ന ആരാധകരെ നോക്കി നിറകണ്ണുകളോടെ നന്ദി പ്രകാശിപ്പിക്കുകയായിരിക്കും അദ്ദേഹം അപ്പോൾ ചെയ്യുന്നത്. താൻ കളിച്ച 7 ഫൈനലുകളിൽ 3 എണ്ണവും അർജന്റീന പരാജയപ്പെട്ടിരുന്നു. എന്നാൽ അതിലൊന്നും അവസാന പ്ലേയിങ് 11-ൽ സ്ഥാനം ലഭിച്ചിട്ടില്ലായിരുന്നു ഡി മരിയയ്ക്ക്. എന്നാൽ ബാക്കി വന്ന 4 ഫൈനലുകളിലും അർജന്റീന കപ്പ് നേടിയിട്ടുണ്ടെങ്കിൽ അത് ഡി മരിയ എന്ന ഇതിഹാസം ഒന്നുകൊണ്ട് മാത്രമാണ്. രാജ്യത്തിനെയും രാജാവിനെയും വിജയത്തിലെത്തിക്കേണ്ടത് പടയാളികളുടെ ഉത്തരവാദിത്വമാണ്. അതിലെ വിശ്വസ്തനായ സേനാനായകൻ അതായിരുന്നു ഏഞ്ചൽ ഡി മരിയ. ബൈബിളിലെ സങ്കീർത്തനങ്ങളിൽ പറയുന്നത് പോലെ നിങ്ങൾക്ക് കാവലിനായി ഞാൻ ഒരു മാലാഖയെ അയച്ചിട്ടുണ്ട്. അതെ, മിശിഹായ്ക്കും ടീമിനും വേണ്ടി ദൈവം അയച്ച മാലാഖയാണ് ഏഞ്ചൽ ഡി മരിയ. ഫുട്ബോൾ ഇതിഹാസം മറഡോണ ഡി മരിയയെ പറ്റി പറഞ്ഞത് അദ്ദേഹം അർജന്റീനയുടെ ഭാവി സൂപ്പർ സ്റ്റാർ എന്നായിരുന്നു. എന്നാൽ ആ സൂപ്പർ സ്റ്റാർ ഇന്ന് 4.5 കോടി അർജന്റീന ജനങ്ങളെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച് ഇതിഹാസമായി തീർന്നിരിക്കുകയാണ്. 2028 ബെയ്ജിംഗ് ഒളിമ്പിക്സിലെ ഫൈനൽ ഗോൾ, 2021 കോപ്പ അമേരിക്കയിലെ ഫൈനൽ ഗോൾ, 2022 ഖത്തർ വേൾഡ് കപ്പിലെ ഫൈനൽ ഗോളുകൾ, ഇവയൊന്നും ഒരു അർജന്റീന ആരാധകർക്കും മറക്കാൻ സാധിക്കുകയില്ല. 2014 ഫൈനലിൽ അദ്ദേഹത്തിന് പരിക്ക് മൂലം കളിക്കാൻ സാധിച്ചിരുന്നില്ല. അന്ന് അദ്ദേഹം കളിക്കളത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ മിശിഹായ്ക്ക് ലോകകപ്പിന് വേണ്ടി 2022 വരെ കാത്തിരിക്കേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. മെസ്സിയെപ്പോലെ ലോകം വാഴ്ത്തപ്പെടേണ്ട മറ്റൊരു അർജന്റീന താരം അതാണ് ഏഞ്ചൽ ഡി മരിയ. ലയണൽ മെസ്സിയും കൂട്ടരും ഈ കോപ്പ അമേരിക്കൻ ട്രോഫി നേടിയത് അത് അയാൾക്ക് വേണ്ടി മാത്രം. റൊസാരിയോയിലെ മുത്തശ്ശിമാർ ഇനി പുതിയ കഥകൾ കൂടി കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. കിരീടവേട്ടകളിൽ തന്റെ രാജാവ് കാലിടർ വീണപ്പോഴും അദ്ദേഹത്തിന് കരുത്തായും താങ്ങായും യുദ്ധം വിജയിപ്പിക്കാനായി ഒരു മാലാഖ അവതരിച്ചു. തന്നെ പൂർണ്ണത ചക്രങ്ങളിലേക്ക് ആനയിക്കുകയും ചെയ്ത മാലാഖ അതാണ് ഏഞ്ചൽ ഡി മരിയ. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.